ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതിൻ്റെ രീതി എന്താണ്, എത്ര തിരികൾ കത്തിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ നോക്കാം. നമുക്ക് വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുമ്പായിട്ട് സൂര്യനെ എഴുന്നേറ്റ് പോലെ നമ്മൾ നേരത്തെ വിളക്ക് കൊളുത്തണം. അതേപോലെ വൈകുന്നേരം സൂര്യൻ മറയുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമ്മൾ വിളക്ക് കത്തിക്കണം. പിന്നെ തിരി കത്തിക്കുന്നത് ഒരു തിരിയിട്ട് ഒരു വിളക്ക് കത്തിക്കുക എന്ന് വെച്ചാൽ ഒറ്റ തിരിയുടെ വിളക്ക് കത്തിക്കുക പറഞ്ഞാൽ അത് നമുക്ക് വ്യാധിയാണ് തരുന്നത് കേട്ടോ. രണ്ട് പുറത്തായിട്ട് രണ്ട് തിരിയിട്ട് നമുക്ക് കത്തിക്കാം. ഒന്ന് ഭഗവാന്റെ മുമ്പിലും ഒന്ന് നമ്മുടെ മുമ്പിലേക്കായിട്ട് കത്തിക്കുമ്പോൾ അത് നമുക്ക് ധനമാണ്. ധനം പറഞ്ഞാൽ എല്ലാം വീട്ടിൽ എന്തൊക്കെ നമുക്ക് സന്തോഷം തരുന്നോ അതെല്ലാം ധനമാണ് അത് തരുന്നത്. 3 തിരി കത്തിക്കുമ്പോൾ നമുക്ക് മോഹം, ആലസ്യം, അപ്പോൾ എന്തോ ഒരു ടയർഡ്നെസ്സും അങ്ങനെയൊക്കെ ഒഴിവാക്കുന്നതാണ്. ചതുർവൃത്യം ദരിദ്രത. 4 തിരി കത്തിക്കുക വെച്ചാൽ അത് ദരിദ്രമാണ്. പഞ്ചവർത്തിസ്തു ഭദ്രസ്വാൾ. അപ്പോൾ എന്താണ് ഏറ്റവും നല്ലത്? ഭദ്രദീപം. ഭദ്രദീപം പറഞ്ഞാൽ 5 തിരി വെച്ച് കത്തിക്കുന്നത്. 5 തിരി കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എങ്ങനെ തിരി കത്തിക്കേണ്ട? ഒരു തിരി കിഴക്ക് ഭാഗത്തേക്കും, ഒരു തിരി പടിഞ്ഞാറ് ഭാഗത്തേക്കും, ഒരു തിരി തെക്കേ ഭാഗത്തേക്കും, ഒരു തിരി വടക്കേ ഭാഗത്തേക്കും കത്തിച്ചു. 5ാമത്തെ ഒരു തിരി നമുക്ക് വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയിലായിട്ട് കത്തിക്കുന്നതാണ്. 5 തിരി കത്തിക്കുന്നത് നമുക്ക് ഐശ്വര്യമാണ്. രാവിലെ സൂര്യൻ ഉദിച്ച് വരുന്ന മുമ്പ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാനുള്ള പോലെ വീടൊക്കെ നമ്മൾ നല്ലൊരു അടിച്ചുവാരി വൃത്തിയാക്കി ഭഗവാന് വിളക്ക് വെച്ചിട്ട് വരവേൽക്കാൻ തയ്യാറായിരിക്കുക. അതേപോലെ നമുക്ക് വീടുമ്പോൾ നമുക്ക് വെളിച്ചം തന്നിട്ട് പിന്നെ പകൽ മുഴുക്ക നമുക്ക് നല്ല വെളിച്ചമൊക്കെ തന്ന് നമുക്ക് പിന്നെ വൈകുന്നേരം മറയുന്ന നേരത്തേക്ക് നമ്മൾ ആ നന്ദി ഇതുമായിട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മറയുന്നതിന് മുമ്പ് തന്നെ വിളക്ക് വെച്ച് നമുക്ക് തൊഴുകുന്നതാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ.